പാചകവാതക ക്ഷാമം മൂലം കട്ടപ്പനയിൽ ഗ്യാസ് ഏജൻസികൾക്ക് മുമ്പിലും വലിയ തിരക്ക്. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് ഉപഭോക്താക്കളെ വലച്ചു. 130 സിലിണ്ടർ വിതരണത്തിനുള്ളപ്പോൾ 1600 പേർക്കാണ് ബുക്കിംഗ് ലഭിച്ചത്. ബുക്കിംഗ് ലഭിച്ചവരിൽ ഭൂരിഭാഗവും നിരാശരായി മടങ്ങേണ്ടുന്ന അവസ്ഥയിലാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച തിരക്ക് പോലീസ് എത്തിയാണ് നിയന്ത്രിച്ചത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടതോടെ കട്ടപ്പനയിലെ അടുക്കളയ്ക്കും പൂട്ടു വീഴുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പാചകവാതക സിലിണ്ടറുകൾ ഫോൺ വഴി ബുക്ക് ചെയ്യാമെന്നിരിക്കെ ഇത് അപ്രായോഗികമായി മാറിക്കഴിഞ്ഞു. ഇതോടെ ഉപഭോക്താക്കൾ നേരിട്ടെത്തി ക്യൂ നിന്നാണ് ബുക്ക് ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണി വരെ ബുക്ക് ചെയ്തത് 1600 ഉപഭോക്താക്കളാണ്. ഇന്ന് വന്ന ലോഡ് കട്ടപ്പനയിലെ ഏജൻസിയുടെ 3 സ്ഥലത്തുള്ള ഗോഡൌണുകൾക്കായി വീതിച്ചു നൽകി. ഒരു ഗോഡൌണിൽ എത്തിയത് 130 സിലിണ്ടറാണ്. വിതരണം ചെയ്യേണ്ടത് 1600 പേർക്ക്. ഇത് ഏജൻസി അധികൃതരെയും ഉപഭോക്താക്കളെയും വലച്ചു. പുലർച്ചെ മുതൽ പാചകവാതക സിലിണ്ടറിനായി ക്യൂ നിന്നവരെ നിയന്ത്രിക്കാൻ പോലീസ് വരേണ്ടി വരികയും ചെയ്തു. 8 മണിയായി വന്നതാ. 8 മണി മുതൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. നീ കിട്ടുമോ ഇല്ലോ എന്ന് ദൈവത്തിന്റെ അറിയാം. അവന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പം അത് മാത്രമല്ല, ഇങ്ങനെ ആൾക്കാർ ക്യൂ കൂടാ അധികം കുറ്റി ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നെങ്കിൽ ടോക്കൺ കിട്ടാത്തവർക്ക് വീട്ടിൽ പോകായിരുന്നു. സിലിണ്ടർ ബുക്ക് ചെയ്യാൻ എത്തിയവരിൽ പലർക്കും ബുക്ക് ചെയ്യുന്നതിലെ അജ്ഞത വിനയായി മാറുകയും ചെയ്തു. ഇവർ നിരാശരായി കുറ്റിയുമായി തിരികെ പോകേണ്ടതായി വന്നു. പറഞ്ഞത് ഇതിന്റെ കീഴിൽ വരുന്ന കട്ടപ്പന, നെടുങ്കണ്ടം, പിന്നെ വെള്ളയാങ്കുടി, ഈ 3 സെക്ഷനിലായിട്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസ് കയറിയപ്പോൾ അവർ പറഞ്ഞത് ഇനി 90 പേർക്കുള്ള ഗ്യാസ് കുറ്റികളെ ഇനിയും മിച്ചം ഉള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു ക്യൂ കാണുന്നുണ്ട്. ആൾക്കാർ സഹകരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നല്ല മറ്റു രീതിയിൽ ഒത്തിരിയേറെ വീടുകളിൽ, പ്രത്യേകിച്ച് കട്ടപ്പന മേഖലകളിൽ ഒത്തിരിയേറെ വീടുകളിൽ ഗാർഹിക സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുക്കളയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആധുനിക ഗ്യാസ് യുഗത്തിൽ നിന്ന് വിറകന്റെ യുഗത്തിലേക്ക് മാറേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഈ നില തുടർന്നാൽ ഹോട്ടലുകൾ പൂട്ടുന്നത് പോലെ അടുക്കളയും പൂട്ടേണ്ടി വരും. അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.